കടബാധ്യതകൾ കാരണം അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്തു. 15 വയസ്സുള്ള ചേട്ടനും 5 വയസ്സുള്ള അനിയനും മാത്രമായി. ചേട്ടൻ പഠനം നിർത്തി കൂലിപ്പണിക്ക് പോയി. അവൻ്റെ ബാല്യം, സ്വപ്നങ്ങൾ എല്ലാം ഉപേക്ഷിച്ചു. തൻ്റെ അനിയനെ പഠിപ്പിക്കണം, എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും അവനെ നല്ല രീതിയിൽ വളർത്തണം എന്നുള്ള ചിന്ത മാത്രമായിരുന്നു. അനിയൻ പഠിച്ച് ജോലി നേടി. അനിയൻ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചു. 10 വർഷത്തെ പ്രണയം. അങ്ങനെ എൻഗേജ്മെൻറ്റ് വരെ കഴിഞ്ഞു. കല്യാണത്തിനുള്ള ഡേറ്റ് ഫിക്സ് ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ചേട്ടൻ തലറങ്ങി വീഴുന്നു. ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുന്നു. ഡോക്ടർമാർ പറയുന്നു ഉടൻ വൃക്ക മാറ്റിവെക്കണം, അല്ലെങ്കിൽ ജീവൻ അപകടത്തിലാകും. ചേട്ടന് ഭാര്യയും 6 വയസ്സുള്ള മകളുമുണ്ട്. ഭാര്യയുടെ വൃക്ക മാച്ച് ആവുന്നില്ല. തൻ്റെ ചേട്ടൻ്റെ ജീവൻ രക്ഷിക്കാൻ വൃക്ക നൽകാൻ അനിയൻ തയ്യാറായി. ഓപ്പറേഷൻ കഴിയുന്നതുവരെ ചേട്ടൻ അറിയരുതെന്ന് അവൻ ചേട്ടത്തിയമ്മയോട് പറഞ്ഞു. അവൻ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോയി. ഓപ്പറേഷൻ വിജയിച്ചു. ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ തനിക്ക് വൃക്ക തന്ന വ്യക്തിയെ കാണണമെന്ന് ചേട്ടൻ പറഞ്ഞു. വീൽ ചെയറിൽ വരുന്ന അനിയനെ കണ്ടപ്പോൾ ചേട്ടന് കണ്ണീരടക്കാനായില്ല. അവർ പരസ്പരം കെട്ടിപ്പിടിച്ചു കരഞ്ഞു. എനിക്കൊരു മരണത്തിനും ചേട്ടനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്നവൻ പറഞ്ഞു. ഈ സത്യം അറിഞ്ഞപ്പോൾ കാമുകി അവനെ ഉപേക്ഷിച്ചു. കല്യാണത്തിൽ നിന്ന് പിന്മാറി. ഒരു വൃക്കയുള്ള ആളെ വിവാഹം കഴിക്കാൻ പറ്റില്ലെന്ന് അവൾ പറഞ്ഞു. അതവനെ വല്ലാണ്ട് തളർത്തി. അവൾ മറ്റൊരാളെ വിവാഹം ചെയ്യുന്നു. ഒരു ദിവസം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അവർ പരസ്പരം കണ്ടുമുട്ടുന്നു. അവളുടെ ഭർത്താവ് ഉണ്ടായിരുന്നു. ഇതാണ് എൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞ് അവൾ പരിചയപ്പെടുത്തുന്നു. അവളുടെ കണ്ണുകളിൽ ഒരു അഹങ്കാരം. നിന്നേക്കാൾ നല്ലൊരാളെ കിട്ടിയെന്ന് പറയാതെ പറഞ്ഞ പോലെ. അവൻ നിശബ്ദനായി നിന്നു. കണ്ടതിൽ സന്തോഷം. നല്ലൊരു ജീവിതം കിട്ടിയല്ലോ, നന്നായിരിക്കട്ടെ, ഞാൻ പ്രാർത്ഥിക്കാം എന്നവൻ പറഞ്ഞു. വർഷങ്ങൾ കഴിഞ്ഞു. അവൻ്റെ ഓഫീസിൽ ഒരു പെൺകുട്ടി അവനോട് ഇഷ്ടമാണെന്ന് പറയുന്നു. അവൾ ഒരിക്കലും അവൻ്റെ ശരീരത്തിൻ്റെ കുറവ് കണ്ടില്ല. അവൾ കണ്ടത് അവൻ്റെ വലിയ മനസ്സ് മാത്രമാണ്. അവർ സന്തോഷത്തോടെ ജീവിച്ചു. ഒരു ദിവസം ഹോസ്പിറ്റലിൽ വച്ച് തന്നെ ചതിച്ച തൻ്റെ പഴയ കാമുകിയെ കാണുന്നു. ശരീരം ക്ഷീണിച്ച്, തലമുടിയില്ല. അവൾ ആകെ മാറിയിരിക്കുന്നു. ഭർത്താവ് ഉപേക്ഷിച്ചു പോയി. അവൾ ക്യാൻസർ രോഗം വന്ന് ചികിത്സയിലാണ്. അവൾ അമ്മയോട് പറയുന്നു, എനിക്കൊരിക്കൽ കൂടി അവനെ കാണണം, അവനോട് മാപ്പ് പറയണം. ഞാൻ അവനോട് ചെയ്ത തെറ്റിൻ്റെ ഫലമാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത്. അവൻ ഭാര്യയോടൊപ്പം അവളെ കാണാൻ ഹോസ്പിറ്റലിലെത്തി. അവൾ കരയുന്നു. ഞാൻ നിന്നെ വഞ്ചിച്ചു, എനിക്ക് മാപ്പ് തരണം. നിന്റെ ചേട്ടനെ രക്ഷിക്കാൻ വേണ്ടി നീ വൃക്ക കൊടുത്തപ്പോൾ ഞാൻ കല്യാണത്തിൽ നിന്ന് പിന്മാറി. ഇപ്പോൾ ഞാനൊരു രോഗാവസ്ഥയിലാണ്. ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതവസ്ഥയിലും നമ്മളെ ചേർത്ത് പിടിക്കുന്ന ആളെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടതെന്ന്. എൻ്റെ രോഗം അറിഞ്ഞപ്പോൾ ഭർത്താവ് എന്നെ ഉപേക്ഷിച്ചു പോയി. ഇനി എത്ര നാൾ ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടാകുമെന്നറിയില്ല. മരിക്കുന്നതിന് മുമ്പ് നിന്നെ കണ്ട് മാപ്പ് പറയണമെന്ന് തോന്നി. നിങ്ങൾ രണ്ടുപേരും ഒരുപാട് നാൾ സന്തോഷമായി ജീവിക്കണം. അവൻ്റെ ഭാര്യ അവളുടെ കൈ പിടിച്ച് ആശ്വസിപ്പിച്ചു. പ്രാർത്ഥിക്കുക, ദൈവത്തിന് മാറ്റാൻ പറ്റാത്തതായി ഒന്നുമില്ലല്ലോ ഈ ഭൂമിയിൽ.